ഹായ് ഫ്രണ്ട്സ്, മാംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു തനി നാടൻ കറി, എന്നാൽ നല്ല രുചിയായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. മാത്രമല്ല വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനും. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നിറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കല്ലൊക്കെ പിറക്കി നോക്കി പാറ്റിയൊക്കെ എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഹൈപ്പും അതുപോലെ തന്നെ ഒരു ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് വറുത്ത് മാറ്റാം. ഒത്തിരി മൊരിഞ്ഞ് ഇതാവണ്ട, എന്നാൽ നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ അടുപ്പിൽ തന്നെ നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിച്ചതിന് ശേഷം ഞാനതിലേക്ക് നമ്മുടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന ഒരു 3-3.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഞാൻ. ഈ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഒരു 3 ചുവന്നുള്ളി നമുക്ക് 3-4 എടുക്കാം. വട്ടത്തിൽ അരിഞ്ഞതിട്ടൊന്ന് മൂപ്പിക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് കറി തയ്യാറാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈസി റെസിപ്പി വേണം, പെട്ടെന്നുള്ള റെസിപ്പി നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാമെന്നുള്ളവർക്ക് ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. മറന്നു പോകാതെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചുമന്നുള്ളി. അപ്പോൾ ഞാനൊരു 10-20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് വലുതൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് കീറി, അല്ലാത്തത് മുഴുവനെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പയറിനൊക്കെ ഒരു ഗ്യാസിൻ്റെ ഇതുണ്ടല്ലോ, അത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണിൽ ഇച്ചിരി കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് മുളക് പൊടി. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് അരപ്പൊന്ന് ചേർക്കാം. അപ്പോൾ ഇച്ചിരി ഇത് ഏറെ വേണം എടുക്കാൻ. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി മാറി കിട്ടണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ച് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള കുറച്ച് പുളി വെള്ളത്തിയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, കൂടി പോകരുത്. അപ്പോൾ ഇത് നല്ലപോലെ ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടി ഇച്ചിരി ഏറെ ഇടുന്ന ഇതിന് നല്ലത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന വൻപയർ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കാണാൻ തന്നെ നല്ല കളറല്ലേ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് ചാറ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്, ഒരുപാട് ലൂസായിട്ട് വെക്കുന്നില്ല കേട്ടോ ഞാൻ. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കർ അടച്ച് ഇവിടെ ഏകദേശം ഒരു 7 വിസിലോളം അടുപ്പിച്ചെടുക്കുന്നുണ്ട് എൻ്റെ ഈ കുക്കറിന്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പുതിയ മോഡൽ കുക്കറാണെങ്കിൽ അത്രയൊന്നും വേണ്ടി വരത്തില്ല, ഒരു 5 വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഒരുപാട് എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പയറെല്ലാം നല്ല പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും നമ്മുടെ കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. പുളി ഒരുപാട് കൂടി പോകണ്ട, എന്നാൽ ആവശ്യത്തിനുള്ള പുളി വേണേം താനും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു കറിയാണ്, നാടൻ കറി കേട്ടോ. ഒരുപാട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു ഹൈപ്പും ഒരു ലൈക്കും തരാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇഷ്ടമുള്ളവരൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.